ഇതൊക്കെയല്ലേ ജീവിതത്തിൽ വേണ്ടേ. നമ്മളെങ്ങനെയാണോ അതുപോലെ ഒരു ആളെ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ഫുൾ ഈസിയാവും. അതെൻ്റെ രീതിയിൽ ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു കേസാണ്. അപ്പം അങ്ങനെ കണ്ടുപിടിക്കുക. കാരണം അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടി. പിറ്റേ ദിവസം തന്നെ ഐ എഗ്രി എന്ന് പറഞ്ഞ ടീമുകളാണ് ഞങ്ങൾ. ഇത് പുറകെ കിടക്കേണ്ട ദിവസമൊന്നും വന്നിട്ടൊന്നുമില്ല. ഇപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം. ചെരുപ്പൊക്കെ പൊട്ടി. ചെരുപ്പൊന്നും കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെ ഇടാറുണ്ടോ? പണ്ടത്തെ കാലത്ത് നമ്മൾ വള്ളിച്ചെരുപ്പ് അയ്യോ വലിയ കാര്യം പറഞ്ഞു. ഈ ചെരുപ്പ് എടുത്ത് ആ ചെരുപ്പിലേക്ക് കോർത്തു. ഇനിയിപ്പോൾ ഇത് അഴിക്കണമെങ്കിൽ എന്നാ അവരതൊക്കെ കാണും. പണ്ട് നമ്മുടെ സ്ഥിരം പരിപാടി ആയിരുന്നു. ഇതാ ഇങ്ങോട്ട് വരത്തില്ലല്ലോ. കുറിഞ്ഞു പൂച്ച അപ്പുറം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഡീന്നും പറഞ്ഞ് ഇവിടെ വന്നാണ് കാണാം. പണ്ട് നമ്മൾ സ്ഥിരം പരിപാടിയിലായിരുന്നു വെള്ളിച്ചെരുപ്പിൽ ഇത് കുറക്കില്ല. എപ്പോഴും ചാടി പോകാറുണ്ട്. 90s കിഡ്സിന് അറിയായിരിക്കും. ഇവിടെ എൻ്റെ മുഖത്ത് തെളിയുണ്ടോ? മുഖത്ത് തെളിയുണ്ടോ? Yes, come on. അതെല്ലാം എടുത്ത് തിന്നെ ബാ. പണ്ട് പരമ്പരാഗതമായി ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാർ കൈമാറി വന്ന മരുന്ന് ഇപ്പം ഞാൻ കണ്ടുപിടിച്ച് തിന്ന്. എല്ലാത്തിനും ഇടയിൽ കൂടെ കയറണം. ലൂയി മുള്ളാൻ പോണ എങ്ങനെയാ അറിയോ? ഇങ്ങനെ ഒരു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇന്ന സാധനം കാടിൻ്റെ നടിക്കൊക്കെ അങ്ങ് കയറി അങ്ങ് നിൽക്കും. എന്നിട്ട് ആരും കാണണ്ടെങ്കിൽ മുള്ളും. അതാണ് ഞങ്ങളുടെ ശീലം. സന്തോഷം.